വാ ഫുട്ബോളിലെ രണ്ട് വമ്പന്മാർ, ഒരു വശത്ത് റെക്കോർഡുകളുടെ രാജകുമാരൻ സാക്ഷാൽ CR7, മറുവശത്ത് അഹങ്കാരത്തിൻ്റെ സുൽത്താൻ ഇബ്രാഹിമോവിച്ച്. ഇവർ രണ്ടുപേരും തമ്മിൽ കൊമ്പ് കോർത്തപ്പോൾ സംഭവിച്ചതെന്ത്? വാ നോക്കാം. അതെന്താ ഓല് തമ്മിൽ അങ്ങനെ അത്ര വലിയൊരു ഈഗോ തമ്മിൽ എന്ന് വേണമെങ്കിൽ പറയാം. അതെന്തുകൊണ്ട് അങ്ങനെ വരാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ തുടക്കം മുതലേ CR7 കിട്ടിക്കൊണ്ടുണ്ട് തോൽവി തന്നെ. അവര് ഏതെല്ലാം സമയത്ത് കിട്ടുന്ന ആ സമയത്തെല്ലാം പൊട്ടിയത് തന്നെ. അതിൻ്റെ ഒരു വൈരാഗ്യം ഉണ്ടാവും. പക്ഷെ കുറച്ച് ആകെ ഒരു പ്രാവശ്യം എന്തോ CR7 എതിരെ ജയിക്കാൻ പറ്റിയിട്ടുള്ളൂ, 1-2 പ്രാവശ്യം. ബാക്കി തോൽവി സമനിയുടെ എങ്ങനെ. ഇവര് തമ്മില് അധികം എത്ര ഇതായിട്ട് വന്നിട്ടുണ്ടാവും മത്സരങ്ങൾ ഏറ്റുമുട്ടിയിട്ടുണ്ടാവും? നേർക്ക് നേരെ മുട്ടിയത് 13 പ്രാവശ്യം. 13 പ്രാവശ്യം പൊട്ടിന് 5 പ്രാവശ്യം CR7 ജയിച്ചിന്. ഇവന് 2 പ്രാവശ്യം ജയിക്കാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കിയുള്ള സമനില ആയത്. ഈ വേൾഡ് കപ്പ് നമ്മൾ കണ്ടല്ലേ, ലാസ്റ്റ് ഒരു ക്വാളിഫൈ മത്സരം ഭയങ്കര ഇഞ്ചോടിഞ്ച് മത്സരമായിരുന്നു 2013. പിന്നെ സ്വീഡനും പോർച്ചുഗലും പ്ലേ ഓഫ് പ്ലേ ഓഫില് ഏകദേശം സ്വീഡൻ ഉറപ്പിച്ചതാണ് വേൾഡ് കപ്പ് കളിക്കുമെന്നുള്ള സ്വപ്നത്തോട് കൂടി 2 ലെഗിലായിട്ടും CR7 ഇട്ട് അമർത്തി. അതായത് ഫസ്റ്റ് ലെഗിൽ തന്നെ പോർച്ചുഗലിൽ കളി ഉണ്ടായത് 1-0 ജയിച്ച് പോർച്ചുഗൽ. അവിടെ CR7 ഗോൾ അടിച്ചത്. പിന്നെ സെക്കൻഡ് പാത സ്വീഡനിലുണ്ടായത്. അത് ഭയങ്കര ഒരു കളി കണ്ട ആൾക്ക് അതിൻ്റെ അറിയില്ല, ഭയങ്കര ഒരു ആവേശമാണ്. കാരണം നല്ല ഫൈറ്റായി. എന്തായാലും 2 ടീമിന് ജയിച്ചേ പറ്റൂ എന്നുള്ള ഇതല്ലേ. പക്ഷെ ഇവിടെ ആ മത്സരത്തിൽ തന്നെ ഇബ്രാഹിമോവിച്ചിന്റെ സെലിബ്രേഷനും ഏകദേശം ഒരു കളി ജയിച്ച ഒരു ഇതിൽ നിൽക്കുമ്പോഴാണ് മറ്റേ ഹാട്രിക്ക് വരുന്നത്. അതെന്താ, അല്ലെങ്കിൽ ഫസ്റ്റ് പോർച്ചുഗൽ കളിച്ചിന് 50-ാം മിനിറ്റില് ക്രിസ്ത്യാനോ റൊണാൾഡോ അടിച്ച് ആദ്യം ഇത് 1-0 മുന്നിൽ വെക്കുന്ന സമയത്ത് 62-63 മിനിറ്റില് ഇബ്രാഹിം ഗോൾ അടിച്ച് 1-1 നിന്ന്. വീണ്ടും തൊട്ടപ്പോൾ തന്നെ 69-ാം മിനിറ്റ് ആകുമ്പോൾ വീണ്ടും ഈ ഒരു നല്ലൊരു കിടുക്കാച്ച് ഫ്രീ കിക്കിലൂടെ ഇബ്രാഹിം സ്വീഡനെ മുന്നിലെത്തിച്ച്. കളി പോർച്ചുഗലിന്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളൊരു ഇതിലുണ്ടായിരുന്നു. മുന്നത്തെ ആദ്യത്തെ കളീനെ നോക്കി 2-2 ഇത് വന്ന് അവർക്ക് 2 പേർക്ക് വന്ന് സമനില ഇത് എക്സ്ട്രാ ടൈമെല്ലാം പോകുന്നുള്ളതിലുണ്ടായിരുന്നു. അപ്പോൾ 75-76 എന്തോ മിനിറ്റില് നല്ലൊരു കൗണ്ടർ അറ്റാക്കിങ് നടത്തിയ ഒരു CR ഗോൾ അടിച്ച്. പിന്നെ അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും CR7 ഹാട്രിക് അടിച്ചിട്ട് ഞാനുണ്ട്. അത് നിർണായക മത്സരം ഇത് ജയിച്ചല്ലേ അതില് ഹാട്രിക് ഗോൾ അടിച്ചിട്ട് അവൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ഞാനില്ലാതെ വേൾഡ് കപ്പോ എന്നുള്ളൊരു ഇതിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഇത് കണ്ട് ഇവന് പോലും കൈയടിച്ചതാണ്. എന്നാലും ഈഗോക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എന്നെ പിന്നെ സർട്ടനൊരു ഇതുണ്ട്, ഞാൻ എന്നെ സ്വയം ഇത് വിശേഷിപ്പിക്കുന്ന ഒരാളാണ്, ഞാനാണ് സിംഹം എന്നുള്ളൊരു ഇതുണ്ട് ഇബ്രാഹിം. അതെല്ലാം ഒരു വേൾഡ് കപ്പിൽ തകർത്തിയില്ല ഇവന്. ക്രിസ്ത്യാനോയുടെ മുമ്പിൽ മുട്ടുമടക്കേണ്ട വന്നില്ലേ. അതേപോലെ തന്നെ ഇവരെ ക്ലബ്ബ് എടുത്തു നോക്കിയാലും ഇത് ഏകദേശം ഇവര് തമ്മിൽ നേർക്ക് നേര് വന്ന മത്സരമൊക്കെ തന്നെ അല്ലേ. ക്ലബിലാണെങ്കിലും 2008 പിന്നെ ഇവര് റിയലും മഞ്ചസ്റ്റർ യുണൈറ്റഡും ഇന്റർ മിലാനും കളി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇബ്രാഹിം ഇന്റർ മിലാന്റെ മെയിൻ ഇതാണ്. പിന്നെ ഇവന് ക്രിസ്ത്യാനോ റൊണാൾഡോ മഞ്ചസ്റ്റർ യുണൈറ്റഡിലുണ്ടായത്. അന്ന് ചാമ്പ്യൻസ് ലീഗ് ഫ്രീ ക്വാർട്ടർ ഫൈനൽ അതില് ഇവരാണ് തമ്മിൽ ഏറ്റുമുട്ടിയത്. അത് ഇന്റർ മിലാനിൽ ആദ്യ കളി ഉണ്ടായ 0-0 പോയി ഫസ്റ്റ് പാദത്തിൽ. സെക്കൻഡ് 2-ാം പാദത്തില് 2-0 യുണൈറ്റഡ് ജയിച്ചു. അത് 4-ാം മിനിറ്റ് തന്നെ വിടിച്ച് അവന് ഗോളടിച്ച് യുണൈറ്റഡിന് നേടി. 2-ാം പകുതിയിൽ അത് ഗോൾ തന്നെ കാണേണ്ടത് തന്നെ. 2-ാം പകുതിയിൽ 49-ാം മിനിറ്റിന് നമ്മുടെ വെയിൻ റൂണിന്റെ ക്രോസിലല്ല ഒരു കിഡിലും ഹെഡർ, കാര്യമായ ഒരു ഹെഡർ ഇട്ട് ഇതായി യുണൈറ്റഡിനെ ജയിപ്പിച്ചു. യുണൈറ്റഡിന് അതോടെ ജയം കിട്ടി. അങ്ങനെ ഇവര് പുറത്തായി. പിന്നെ പിന്നെയും അടുത്തതിലും ഇബ്രാഹിം ജയിച്ചു. പിന്നെ അവര് പോകുന്ന 2009 തന്നെ എൽ ക്ലാസിക്കലാണ് വീണ്ടും ഏറ്റുമുട്ടുന്നത്. അന്ന് ഇബ്രാഹിം ഗോൾ അടിച്ചിട്ട് റയൽ മാഡ്രിഡിനെ തോപ്പിച്ച് ബാർസ ജയിക്കുന്നു. 1-0 ഇവർ ജയിക്കുന്നു. അത് ഹാഫ് ടൈമിന് ശേഷമാണ് ഇബ്രാഹിം ഇറങ്ങി അടിച്ചത്. പിന്നെല്ലാം തോൽവി തന്നെ. പിന്നെ കിട്ടുന്നതാണ് 2013 ഇത്. അതിലെല്ലാം തോൽവി, കാര്യമായ തോൽവി, മുട്ടുമടക്കി വെച്ചിട്ട്. ഞാനും നല്ല
സ്വയം സിമ എന്നുള്ളൊരു ഇത് എലിയാക്കിയിട്ട് മാറ്റി. എലിയാക്കിയിട്ട് മാറ്റി. അതായിട്ടുണ്ടാവും വൈരാഗ്യം കൂടുതലും. പിന്നെ നമ്മള് കൊറേ ആയി കാണുന്ന CR7 ഒന്നും കൂടി എനിക്ക് തോന്നുന്നത് അധികം ഇബ്രാഹിമോവിച്ചിനായിരിക്കും. അതുപോലെ അതന്നെ അതുകൊണ്ടായിരിക്കും നമ്മൾ വിചാരിക്കുന്നു